പൂരത്തിന് നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. കേരളത്തിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള ശ്രീ വി.എൻ. വാസവൻ. പൂരം ഭംഗിയായിട്ട് ആചാരപരമായിട്ടാണെങ്കിലും ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളടക്കമുള്ള ആളുകളുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? ഇപ്രാവശ്യത്തെ പൂരം എല്ലാ വർഷത്തെയും പോലെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം കാലേകൂട്ടി നടത്തി വന്നിരുന്നൊരു ഘട്ടത്തിലാണ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണിപ്പുരയിലുണ്ടായ ദുരന്തം. അത് നമ്മളെല്ലാം വേദനിപ്പിക്കുകയും വിഷമത്തിലാക്കുകയും ചെയ്ത സംഭവമാണ്. ഒട്ടേറെ ആളുകൾ ജീവൻ അപഹരിക്കപ്പെട്ട സംഭവത്തിൽ ഈ നാടാകെ ദുഃഖത്തിലായിരിക്കുന്നൊരു ഘട്ടത്തിൽ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ആചാരങ്ങളിൽ ഒതുക്കി പൂരം നടത്തണമെന്ന രൂപത്തിലേക്ക് അവസാനം ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണ് ഉണ്ടായത്. അതിലെല്ലാവരും സഹകരിച്ചിരുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും അതുപോലെ ഘടകപൂരങ്ങളുടെ ഉടമസ്ഥരുമെല്ലാം ഒരേപോലെ തന്നെ അതിനോട് സഹകരിച്ചു ആ ആശയത്തോട്. അതിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന പൂരം ആചാരത്തിലൊരു കുറവും വരുത്തുന്നില്ല. എന്നാൽ ആഘോഷങ്ങളിൽ വെടിക്കെട്ടും അതുപോലെ പഴയതുപോലുള്ള കുടമാറ്റവും ഒഴിവാക്കി കുടമാറ്റം പ്രതീകാത്മകമായിട്ട് നടത്തും. ഒരു 15 മിനിറ്റ് നേരം അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നല്ല രൂപത്തിൽ പാറമേക്കാവും തിരുവാമ്പാടിയും ദേവസ്വങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തി പൊതുവായ വീക്ഷണത്തോട് യോജിക്കുകയും എല്ലാവരും യോജിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് ആ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ പൂരവും ആചാരങ്ങളിൽ ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളും വർഷങ്ങളായി നടന്നു വരുന്നത് അതേപോലെ തന്നെയാണ്. അതേസമയത്ത് പൂരത്തിൻ്റെ 2 ആർഭാടമുള്ള ചടങ്ങുകളാണ്. ഒന്ന് വെടിക്കെട്ടും 2 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കുടമാറ്റവും. അത് രണ്ടിലും വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുകയും കുടമാറ്റം പരിമിതപ്പെടുത്തി സിംബോളിക്കായിട്ട് മാത്രം നടത്തുക എന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അത് ആ രൂപത്തിൽ തന്നെ എല്ലാം തീരുമാനിച്ചതുപോലെ ഭംഗിയായി ചിട്ടയോടെ നടത്തുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ഇന്നിപ്പോൾ രാവിലെ ചെറുപൂരങ്ങളെല്ലാം വന്നു ചേർന്നു. ഘടകപൂരങ്ങൾ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. തിരുവാമ്പാടിക്കാരുടെ ഇപ്പം മടത്തിൽ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി അവരത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാറമേക്കാവുകാരുടെ ഇപ്പോൾ ഇവിടുന്ന് ആരംഭിക്കേണ്ട ചടങ്ങുകൾ ആരംഭിക്കുന്നു. 2:15 മണിയോടുകൂടി എലഞ്ഞിത്രമേളം ആരംഭിക്കും. അതിനുശേഷം 5 മണിയോടുകൂടി തെക്കോട്ടിറങ്ങി അവരുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായിട്ടുള്ള കുടമാറ്റം ഒരു 15 മിനിറ്റ് നേരം നിൽക്കുന്ന പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങ് നടക്കും. അതോടുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കുകയും നാളെ വീണ്ടും തൃശ്ശൂർക്കാരുടെ പൂരം എന്നറിയപ്പെടുന്ന 2 എഴുന്നള്ളത്തും അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയുന്ന 1 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ നാളെ നടക്കേണ്ടത് എല്ലാം പ്രത്യേകമായി നാളെ നടക്കും. അപ്പോൾ ആചാരങ്ങളിൽ ഒന്നും ഒരു കുറവും വരുത്താതെ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട എല്ലാ ചടങ്ങുകളും കൃത്യമായി നടക്കുകയും ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്ന ആ ഒരു പൊതുവീക്ഷണമാണ് ഇവിടെ നമ്മൾ ഉന്നതതല യോഗത്തിൽ ഉയർന്നു വന്നത്. അത് ആ രൂപത്തിൽ തന്നെ നടപ്പാക്കുന്ന സ്ഥിതിയാണ് ഇതുവരെ കണ്ടുവന്നത്. അപ്പോൾ ഇന്നലെയും നോക്കിയായിട്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെട്ടത് ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ എല്ലാവരും വേദനിക്കുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ആ ഒരു ദുഃഖകരമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ പോലും വർഷങ്ങൾ നടന്നു വരുന്ന പൂരം അതിൻ്റെ ആചാര തനിമ നിലനിർത്തിക്കൊണ്ട് നടക്കട്ടെ എന്നുള്ള പൊതുവികാരം നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതിലൊന്നും ഒരു കുറവും വരുത്താതെ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ചൂട് വളരെ കൂടുതലാണ്. 40 ഡിഗ്രിക്ക് മേളിലാണ് നിലവിൽ തൃശ്ശൂരത്തെ ചൂട് എന്ന് പറയുന്നത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെയും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും പൂരത്തിനെത്തുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? പൂരത്തിനെത്തുന്ന ആളുകളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഉഷ്ണതരംഗം മുന്നറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് എടുത്ത എല്ലാ തരത്തിലുള്ള ധാരണകളനുസരിച്ചുള്ള നീക്കങ്ങളോടും ഇവിടുത്തെ ജനങ്ങൾ സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കുടമാറ്റം തന്നെ വെച്ചിരിക്കുന്ന സാധാരണ 4 മണിക്ക് ഇറങ്ങുന്നത് വൈകിട്ട് 5 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 1 മണിക്കൂറുടെ വൈകിപ്പിച്ച് അത്രത്തോളം ഈ വെയിലിനെയും ചൂടിനെയും നമ്മൾ വലിയ രൂപത്തിൽ കരുതലോടുകൂടി കാണുകയാണ്. അതുപോലെ രാവിലത്തെ ചടങ്ങുകളെല്ലാം അതിരാവിലെ നടക്കുന്ന രൂപത്തിലേക്കും എത്തിച്ചേർന്ന് ഉച്ചസമയത്ത് പ്രധാനമായ ആന എഴുന്നള്ളിപ്പൊന്നും നടക്കുന്നില്ല എന്നൊരു സ്ഥിതിയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ നമുക്ക് ഈ ചൂടിനെ മറികടക്കാൻ സഹായിക്കുന്ന പൊതുസമീപനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു വന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് പൊതുസമൂഹത്തെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കൂടെ മൈക്ക് അനൗൺസ്മെൻറ്റുകളിലൂടെയും മറ്റ് പരസ്യങ്ങളിലൂടെയും ഇക്കാര്യത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ധാരാളമായി കുടിവെള്ളം കൊടുക്കാനും ആനകൾക്കാണെങ്കിൽ ചാക്കിട്ട് നനച്ച് മാത്രം ആനകൾ നിർത്താനും അകലം പാലിക്കാനും ഒക്കെ എല്ലാമുള്ള നാട്ടാന പരിപാലന ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങളിലേക്ക് അവർ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെയധികം സജ്ജീകരണങ്ങളോട് കൂടിയാണ് ദേവസ്വം ബോർഡും സർക്കാരും പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച് പൂരം ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.